ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു കലത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് ആ കുതിർത്ത് വെച്ച പച്ചരി 1 കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നത്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 ഏലക്ക നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്, 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ ഒരു പകുതി മതി, ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ മതിയാവും. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു പിടി തേങ്ങാക്കൊത്തൊക്കെ മതിയാവും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ പതുക്കെ മാറി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അതിന് ശേഷം ഒരു 7-8 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് അതും ഒന്ന് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ തേങ്ങ കൊത്തി വെച്ചിട്ട് വറുത്ത് വെച്ച പാത്രമില്ലേ, അതിലേക്ക് അതും കൂടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ശർക്കര ഉരുക്കിയത് നമ്മൾ അരച്ച് വെച്ചേക്കണ അരിയുടെ കൂട്ടില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൽ ചിലപ്പോൾ കട്ട കൂടി കിടക്കാൻ സാധ്യതയുണ്ട് അരിമാവൊക്കെ. അപ്പോൾ നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് കോരി വെച്ചേക്കണ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കി ഭാഗം നമുക്ക് ഇതുണ്ടാക്കാൻ നേരത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി രണ്ടും പാതി ഉപയോഗിക്കാം വേണമെങ്കിൽ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പകുതി എടുത്ത് വെച്ചിരുന്നില്ലേ, ആ ഒരു തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. അപ്പോൾ അടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. വെയിറ്റ് മാറ്റിയിട്ട് നമ്മൾ അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 7 മിനിറ്റൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 7 മിനിറ്റ് മതിയാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം മുകളിൽ കൂടെ കുക്കറിൻ്റെ വീട്ടിടുന്ന ആ ഭാഗത്തില്ലേ, ഒരു തുള്ളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. നല്ല ഫ്രീ ആയിട്ട് അതിലൂടെ ആവി വരും കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ ആവി വരുന്നത് പോലെ ആവി വരും. ഒരു 7 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇപ്പോൾ ഞാനത് തുറക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ. പെട്ടെന്ന് തുറക്കരുത്. കുക്കറിൻ്റെ ചൂടൊക്കെ ആറ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ അതൊക്കെ ഇങ്ങനെ വിട്ടുപോരും കേട്ടോ. കൈ കൊണ്ട് തന്നെ എടുക്കാം. എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്.
അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.